പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ ഞാൻ ഒരു എള്ള് ഉണ്ട ഉണ്ടാക്കുന്നത്. എള്ള് ഉണ്ടോ? എള്ള് കറുപ്പെള്ളാണ്. വെള്ള വേണമെങ്കിൽ കൊടുക്കുക, കറുപ്പ് വേണമെങ്കിൽ കൊടുക്കുക. കറുപ്പാണ് ഇവിടെ ഉള്ളത്. ഒരു 1/4 കിലോ ഉണ്ട്. ഇതുകൊണ്ട് എള്ളുണ്ട ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി വെച്ച് ചൂടാവട്ടെ. ചട്ടി ചൂടായി നമുക്ക് എള്ളിട്ട് വെക്കാം. എള്ള് കളറ് മാറണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, കറുപ്പാണല്ലോ, അങ്ങനെ ഒരു 1/2 സ്പൂണ് ഉഴുന്നിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നാണ്, ഉഴുന്ന് പൊളിച്ച ഉഴുന്ന് ഇടാം. എള്ളിട്ട് കൊടുക്കാം. നല്ല വറുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ 2 മിക്സാക്കി ഇട്ട് കൊടുക്കാം. കറുപ്പുള്ളത് മീഡിയം തീയിലിട്ട് തന്നെ വറക്കണം. സ്പീഡ് വേഗം ആവും ഇത് എള്ള്. അതുകൊണ്ട് മീഡിയത്തിലിട്ടിട്ട് വറുക്കണം. നിലക്കടല, അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇതിൽ കൂട്ടാം. കുറേശ്ശെ 1/4 കിലോ എള്ളാച്ച 100 ഗ്രാം ഇട്ടിട്ട് കൂട്ടാൻ പറ്റും. പൊട്ടുകടല നല്ല ആവട്ടെ. നല്ല മണം വരും പൊട്ടുകയും ചെയ്യും. സിമ്മിലിട്ടിട്ട് 5-10 മിനിറ്റിനുള്ളിൽ നല്ല പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എടുക്കാം. പൊട്ടാൻ തുടങ്ങി ഉണ്ടോ? സൗണ്ട് കേൾക്കണില്ലേ? പൊട്ടണം. വെള്ളയും ഉണ്ടാക്കാം. വെള്ള എള്ളും കറുപ്പെള്ളും മിക്സാക്കി ഉണ്ടാക്കാം. വെള്ള എള്ള് മാത്രം ഉണ്ടാക്കാം. നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ കളർ മാറി വരുന്നുണ്ട്. ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഫുള്ളും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഞാൻ അടുപ്പ് ഓഫാക്കാം. നമ്മുടെ എള്ളായി. അപ്പോൾ നമുക്ക് ഓഫാക്കാം. നമ്മുടെ ആവി പറക്കാം. എള്ള് വറുത്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ചട്ടി വെച്ചു. ശർക്കര പൊടിയാണ്. ശർക്കര ഇത് ഉണ്ട്. ശർക്കര ഉണ്ടാണ് കുറച്ച്. ശർക്കര പൊടിയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ 2 നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചൂടായി. കുറച്ച് പൊട്ടുകടല ഇടുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ ഏലക്കായ, ചുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം. അങ്ങനെയൊന്നും ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടവർക്ക് ഒക്കെ ഏലക്കായ, ചുക്ക് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് സാജീരകമാണ്. ഇത് വേണ്ടവർക്ക് ഇടാം, ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. സാജീരകം. നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിയുണ്ട്, കുറച്ചുണ്ട്, ശർക്കരയുണ്ട്. 2 മിക്സിങ്ങാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒന്ന് ഒഴുകി വരട്ടെ. നല്ല തിളക്കട്ടെ. ഒരു പിഞ്ച് പൊടാം. നല്ല ഒഴുകി തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ ശർക്കര നല്ല ഉരുകി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ? നമുക്ക് നമ്മുടെ എള്ളിട്ട് കൊടുക്കാം. നല്ല ശർക്കരയാണ്, അതുകൊണ്ടാണ് അരിക്കാത്തത്. മറ്റേ ശർക്കരയൊക്കെ അരിച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ട് നല്ല ഇളക്കാം. നെയ്യൊക്കെ 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഹാഫാക്കാം തീ. കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നമ്മുടെ പ്ലേറ്റിൽ ഇതിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചൂട് ഒരു പൊടിക്ക് ആറണം. ഇന്ന് നമുക്ക് ഉരുണ്ട പിടിക്കാം. ഉരുണ്ട എങ്ങനെ ഉണ്ടാക്കുവാന്ന് ആക്കാം. ചൂട് ഒരു വിധം ആറിയിട്ട് പിടിക്കണം. നല്ല ആറി നീ പിടിക്കാൻ കിട്ടില്ല, ഉരുണ്ട പിടിക്കാൻ. അതുകൊണ്ട് ഒരു വിധം ചൂടിൽ തന്നെ പിടിക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ഉരുണ്ടയാണ്. ഇനി വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടും കൂടെ നമുക്ക് ഉരുണ്ട പിടിക്കാം. ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.